ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു നമ്മുടെ ചിക്കമംഗ്ലൂർ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ദൊണ്ണ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാലമായി നമ്മൾ ദൊണ്ണ ബിരിയാണി കഴിക്കണം ഇതുവരെ പോക്കും നടന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകണതാണ്. ആ സ്ഥലം എവിടെ, കറക്റ്റ് എവിടെയാണ്? സ്ഥലം നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ക്ലോക്ക് ടവറിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പം നമ്മുടെ ദുബായ് മാർക്കറ്റ് ആ സൈഡിലേക്ക് വരുന്ന റൂട്ട് തന്നെ. അവിടെ വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് താഴെ ഒരു പടിയുടെ താഴെയായിട്ടാണ്. ഈ സൈഡിലുള്ളവർക്കെല്ലാം അറിയായിരിക്കും, മംഗലാപുരമുള്ളവർ. ഒന്ന് രണ്ട് പേര് ഈ ഏരിയയിലുള്ള ഞാൻ കമന്റെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവണം. അതെ, ഇവിടുത്തെ പോപ്പുലർ ഫുഡാട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടേന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ചെന്ന് ബാക്കി വീഡിയോ നോക്കാട്ടോ. ഇതെന്തോ പരിപാടി നടക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. എവിടെ ഏതാണ്ട് ഈ അമ്പലത്തിലെ പരിപാടി തോന്നുന്നു അല്ലേ? ഏതൊരു അമ്പലത്തിൽ സ്വാമിജി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വന്നോട്ട് പോയത് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മളിപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്കല്ല പോകണം, നമ്മൾ വേറെ റൂട്ടിലേക്കാണ് പോയത്. നമ്മൾ ഫൈനലി ഇവിടെ ഏകദേശം എത്താനായി. ഇവിടെ നേരെ ഫുള്ള് ഇഷ്ടമായി. നമ്മുടെ മോന്തൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല, പോയി നോക്കാനാണ്. ടെസ്റ്റിങ് പോകാണ്, അറിയാൻ പാടില്ല എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. വലിയ ആൾക്കാർ പോകണ്ടി. ഇവനെല്ലാം എന്ത് തേങ്ങയാണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അതെ, കുറെ ആൾക്കാർ പോകുന്നു. രാത്രിയല്ലേ കടയെല്ലാം പൂട്ടല്ലേ? ഈ ബേക്ക് കാണുന്ന ബിൽഡിംഗ് ഇല്ല, അതിന് വരാൻ പോകുന്നൊരു വലിയൊരു പ്രൊജക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇത്രത്തോളം എന്താണ് സംഭവം എന്ന് അറിയാം. മാർക്കറ്റ് അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പക്ഷെ സംഭവം കുറച്ച് ഉഷാറായിട്ട് വർക്കെല്ലാം നടക്കണ്ടേ. അത് നമ്മളതാ ഇവിടെ നേരതാ ഫുള്ള് ഇരുട്ടാണ് പോയി, അറിയാൻ പാടില്ല. നമ്മുടെ മോന്തെല്ലാം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ എത്താനായി, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ അടുത്താട്ടോ നമ്മുടെ എന്താണ് ഫുള്ള് വെള്ളം. അതെ അതെ, അങ്ങനെ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്. നമ്മൾ ഓപ്പൺ അല്ലാന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. സംഭവം ഓപ്പണാണ്. പടികൾ കടന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ എൻട്രൻസിൻ്റെ ഇവിടെയാണ് കേട്ടോ ദൊണ്ണ ബിരിയാണി. ആരും കണ്ടില്ല കേട്ടില്ല, ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കാം. ഷോപ്പ് ഉള്ളിലേക്ക് കയറാണ്. ആദ്യമായിട്ട് കൈ കഴുകാം. നോക്കൂ, യെസ്, നമ്മൾ കൈ കഴുകാം. കഴുകിട്ടെത്താ. നമ്മളിന്നെന്താ ഓർഡർ ചെയ്യണമെന്നാണ്. നമ്മൾ ഈ ബിരിയാണി കഴിക്കാന്നുള്ള ഒരു ഇതിലാണ് വന്നത്. ഇപ്പം വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ മാറ്റി. നമ്മൾ കുസ്ക റൈസ് കോംബോ എടുക്കാമെന്ന് വിചാരിക്കും. അതാകുമ്പോൾ ഒരു ഫുള്ള് കുസ്ക റൈസ്, ഒരു പീസ് കബാബ്, ഒരു പീസ് ചിക്കൻ പെപ്പർ, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും, പിന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്കും. അതെ, നമ്മൾ അതൊന്നും പറയാം. യെസ്, നമുക്ക് നോക്കാട്ടോ. നമ്മൾ ഇതിനു മുമ്പ് അവസാനം വന്നപ്പോഴായിരുന്നു വന്നിട്ടിപ്പോൾ ഒരുപാട് നാളെ, ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പൈസ ഒന്നും ഇല്ല, വളരെ സാമ്പത്തിക നഷ്ടത്തിലാണ്. നമ്മൾ ബിരിയാണിയുടെ ഒരെണ്ണം നമ്മൾ വേറെ പിന്നെ ഒരെണ്ണം ചെയ്തിരുന്നതായിരിക്കും. നമ്മൾ മെയിനായിട്ട് പുറത്തിറങ്ങാത്ത ഒന്നാതെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഒരാ തന്നെ പുറത്തിറങ്ങിയാൽ മുടിഞ്ഞില്ല. എവിടെ നോക്കിയാലും പൈസയാണ്. പൈസ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്തില്ല, ചെയ്യാൻ പോണേ. ചെയ്യണം. ഇതാണ് കേട്ടോ മെനുവിൽ എന്തെല്ലാം നമുക്ക് നോക്കാം. ചിക്കൻ ദൊണ്ണ ബിരിയാണി, മട്ടൻ ദൊണ്ണ ബിരിയാണി, ചിക്കൻ കബാബ് ബിരിയാണി കോംബോ, കുസ്ക റൈസ് കോംബോ, നമുക്ക് എല്ലാം ഇട്ടിരിക്കണം. യെസ്, അത് കഴിയും. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യും. വെള്ളം ഇങ്ങനെ ചെയ്യും. കഴിയട്ടെ, എൻ്റെ കൂടെ കഴിയാണ്ട് അതായത് കാണാം. അങ്ങനെ വാഴയെല്ലാം ക്ലീനാക്കി. ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വരട്ടെ.
ഓക്കെ ഗൈസ്, ഇപ്പോൾ സെറ്റ് തരാം. ഇതെങ്ങനെ ഇടുന്നതെന്ന് കണ്ട, ഇങ്ങനെ കമത്ത സാധനം പോലെ കേട്ടാ. നല്ല ചൂടുണ്ട്. എന്നിട്ട് ഇത് മെയിൻ ഐറ്റംസ് എന്തൊക്കെയാ? ഇതിലൊരു കോഴി മുട്ട, ഇതെന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തത്? കുസ്ക റൈസ്, ആ ചിക്കൻ പെപ്പർ, ആ ബോയിൽഡ് എഗ്, ആ ചിക്കൻ കബാബ്, ഇത് ഗ്രേവി, ഇത് റൈസ്. ഇതിൻ്റെ മെയിൻ ഐറ്റം എന്താ അറിയോ? നമ്മുടെ ഈ സാധനം ഉണ്ടോ, ഈ ഗ്രേവി ഉണ്ട്. ഇത് വെച്ചാണ് നമ്മൾ സാറിന് പടയ്ക്കുന്നത്. പ്രത്യേക ടേസ്റ്റാ. ഓക്കെ, നമുക്ക് നോക്കാം ടേസ്റ്റ്. ടേസ്റ്റിനാടേ ഭയങ്കര ചൂടാണ്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ ആദ്യം ഈ സാധനം ഇങ്ങനെ പതിവ് വഴി മെയിൻ ഐറ്റം കേട്ടോ. ഇതിലാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധനം പൊള്ളിയുണ്ട്. നമ്മൾ തന്നെ ഇവിടുന്ന് വീട്ടിൽ ചെയ്യണമെന്ന് മുമ്പേ വിചാരിച്ചാട്ടാ. ബാക്കി നമുക്ക് തിന്ന് തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിലുള്ള കൂൾ ഡ്രിങ്ക്സ് ആട്ടാ. നമ്മൾ സ്ഥിരം ഇത് 1.5 അടി കഴിച്ചാൽ ഇതെടുക്കുക നമ്മൾ. ബാക്കി കഴിച്ചിട്ട് തുടങ്ങാം കേട്ടാ. നടക്കട്ടെ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പിജിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ എവിടെ എത്തി? ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, കാർത്തിക്. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് നേരെ കഴിക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി ഞാനൊരു പനി പിടിച്ച് ചെറിയ ഊക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡും കൂടെ ഞാൻ പുള്ളിക്ക് കൊടുത്തു. ഞാൻ കഴിച്ചു. അതെ. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. മുമ്പ് കാണിച്ച ലൈറ്റിൽ ഓഫ് പരിപാടി കഴിഞ്ഞ് ആൾക്കാർ വീട്ടിൽ പോയി കുറച്ചില്ലേ. യെസ്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ നേരെ നടന്നു പോകട്ടോ. നമ്മൾ വന്നത് അപ്പുറം. ഇനി നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചില്ലേ. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പോയി പി ജിയിലേക്ക് കയറി അങ്ങോട്ട് ഇറങ്ങും. കേസ് നമ്മൾ ഇപ്പോൾ പി ജിയിലെടുത്ത് എത്താനായിരിക്കും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ട് പരിപാടി കഴിഞ്ഞ് ഇവിടേക്ക്, അല്ലെങ്കിൽ അവിടെ വെട്ടമില്ലെങ്കിലാ അങ്ങോട്ട് കഴിഞ്ഞ് കേട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരും എന്നുള്ളത് ഉടൻ വരും. നമ്മളിപ്പോൾ ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ഫുഡിൻ്റെ വ്ളോഗായിരിക്കും. ഫുഡ് അപ്പോൾ അടുത്തൊരു കിട്ടിലും വ്ളോഗായിട്ട് വരുന്നത്. എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. എല്ലാം പൊളിക്കുന്നത്.